ഇനിയുള്ള കാലം നമ്മൾ ജീവിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീഷനുള്ള ലോകത്ത് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ കുട്ടികളൊക്കെ ജീവിക്കേണ്ടത് വലിയ കോമ്പറ്റീഷനുള്ള ഒരു ലോകത്താണ് ജീവിക്കേണ്ടത്. എന്താണ് ഇതിനെ ഓവർകം ചെയ്യാനുള്ള മാർഗ്ഗം? ഒരേ ഒരു മാർഗ്ഗം, നമ്മുടെ പൈസ മുഴുവൻ പോയാലും സ്കില്ലുകൾ നമ്മുടെ കയ്യിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരവ് സാധിക്കും. സ്കില്ല് പഠിക്കാതെ നമ്മൾ ഇടങ്ങൾ കാണാൻ പോയാൽ പലപ്പോഴും നിരാശ സംഭവിക്കും. കാരണം നമ്മളൊരു സ്കില്ല്, ഇപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാതെ എനിക്ക് 2 മണിക്കൂറിൽ ഇവിടെ ഒരു സ്ഥലം വരെ എത്തണം എന്നാഗ്രഹിച്ച് എനിക്ക് ഡ്രൈവിംഗ് എനിക്ക് പ്രോപ്പറായിട്ട് അറിയാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, വണ്ടി ഉണ്ടായിട്ടും കാര്യമുണ്ടോ? ഇതാണ് പല ആൾക്കാരും ഡ്രീം ഉണ്ടാക്കും, അതിനനുസരിച്ച് സ്കില്ല് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ നിരാശയായിരിക്കും ഫലം. അപ്പോൾ സ്കില്ലുകൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്, സ്കില്ല് നമ്മുടെ കയ്യിലായാൽ നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടാലും പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തിരിച്ചു പിടിക്കാം. ഓരോരുത്തരും ജീവിക്കാൻ വേണ്ടി കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പലപ്പോഴും പല അപ്ഗ്രേഡ് ചെയ്യുന്നില്ല. നമ്മളെന്തെങ്കിലും ഒരു ജോലി ചെയ്തു, തൽക്കാലം കുറച്ച് വരുമാനം കിട്ടുന്നുണ്ട്, അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല ആൾക്കാരും ചെയ്ത്. അത് നിന്നെങ്കിൽ മാത്രമേ അടുത്ത ആളിനെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ. കൂടുതൽ ആൾക്കാരുടെ അവസ്ഥ അതാണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, അത് നിന്നെങ്കിൽ അവിടെ രക്ഷയില്ല, അവിടെ സീറോ ഇൻകം ആയെങ്കിൽ മാത്രമാണ് പല ആൾക്കാരും അടുത്തതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ഡൈവേഴ്സിഫിക്കേഷനെക്കുറിച്ചൊന്നും നമുക്ക് യാതൊരു ധാരണയും പൊതുവേ ഇല്ല. കാരണം ഏറ്റവും പ്രധാന കാര്യം ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം നമുക്കാർക്കും കിട്ടിയിട്ടില്ല. സ്കൂളിലും കോളേജിലും കുറേ സബ്ജക്റ്റൊക്കെ പഠിച്ച് ഉറക്കളച്ചിരുന്ന് പഠിച്ച് അന്നേരം എന്തിനാണ് നീ നന്നായിട്ട് പഠിക്കുക, പഠിച്ചിട്ട് ജോലി മേടിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അതിനപ്പുറം ലൈഫിനൊന്നും ആരും കാണിച്ചു തന്നിട്ടില്ല, ആരും ചിന്തിപ്പിച്ചിട്ടില്ല. അപ്പം നമ്മൾ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിക്കുക. ചെറിയ സ്വപ്നത്തിനേക്കാളും അച്ചീവ് ചെയ്യാൻ എളുപ്പം വലിയ സ്വപ്നങ്ങളാണ്. വലിയ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യുക, അതിനെ ചേസ് ചെയ്യുക, അത് തന്നെ ജീവിതത്തിൽ കളർ ആഡ് ചെയ്യും. ജീവിതത്തിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയാണ്, ഹോപ്പാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് നാളെ എഴുന്നേക്കാനുള്ള, അല്ലെങ്കിൽ രാവിലെ നേരം വെളുത്താൽ എഴുന്നേക്കുക ഉള്ളൊരു മോട്ടിവേഷൻ എന്നാണ്, ഹോപ്പാണ്. അപ്പോൾ ആ ഹോപ്പ് ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഹോപ്പ് നഷ്ടപ്പെടുന്നതാണ് ഈ ഫ്രസ്ട്രേഷന് കാര്യം. നമ്മൾ റോഡിലൊക്കെ ഇറങ്ങുമ്പോഴും ആൾക്കാർ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുക. നമ്മൾ മാന്യന്മാരാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ പോലും ചിലപ്പോൾ വണ്ടിയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന കാണാൻ പറ്റില്ല, ചുമ്മാ ചീത്ത വിളി. ഒരാൾ തന്തയ്ക്ക് വിളിക്കുക, ഒരാൾ തള്ളയ്ക്ക് വിളിക്കുന്നു. നമ്മൾ വളരെ മാന്യന്മാരാണെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഹോപ്പ് നഷ്ടപ്പെടുന്ന, ഫ്രസ്ട്രേഷനിൽ നിന്നുണ്ടാകുന്ന ഇതെല്ലാം? ആരോടൊന്നും അറിയാൻ പറ്റില്ല, എല്ലാവരോടും ദേഷ്യം. ഇങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാർ നടപ്പില്ലേ? കാണുന്നവരോടെല്ലാം ദേഷ്യമാണ്. ആൾക്കാരെന്ന് പറഞ്ഞാൽ ദേഷ്യമാണ്. ഇങ്ങനെ നടക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ച് വഴക്ക് പിടിക്കാനായിട്ടൊക്കെ നടക്കുന്ന ആൾക്കാർ. ഇതൊക്കെ ഹോപ്പ് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രതീക്ഷയാണ് മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്. ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷനല്ല, ഭാവിയെക്കുറിച്ച് നന്നാവും എന്നുള്ള ശുഭാപ്തി വിശ്വാസവും പ്രതീക്ഷകളുമാണ് ഒരാളെ ഹാപ്പിയായിട്ട് ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഇത് തന്നെ നമ്മൾ മറ്റുള്ളവർക്കും ഒരു ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുന്ന, അല്ലെ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും വാട്ട് ഈസ് ഔട്ട്സൈഡ് അല്ല, പല ആൾക്കാരും ഔട്ട്സൈഡ് മാത്രം ഡെക്കറേറ്റ് ചെയ്യാനേ നോക്കുന്നുള്ളൂ. അതായത് നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കൊച്ചുകുട്ടി ഒരു ബലൂൺ വാങ്ങാനായിട്ട് ഒരു കടയിൽ ചെല്ലുന്നു. ആ കൊച്ചുകുട്ടി വളരെ ഇന്നസെൻ്റായിട്ട് ബലൂൺ കച്ചവടക്കാരനോട് ചോദിക്കുന്നത്, നിങ്ങൾ എപ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കാമല്ലോ, വലിയ ഭാഗ്യമാണ്, ഇതിനകത്ത് ഏതൊക്കെ കളറുകളുണ്ട്, ഇതൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് ഈ കളറിനെ കുറിച്ചാണ് കുട്ടി കൂടുതലും പറഞ്ഞുകൊണ്ടിരിക്കുക. ആ കടക്കാരൻ തിരിച്ചു പറയുകയാണ്, മോളെ കളറ് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ കളറിനേക്കാളും ഈ ബലൂൺ പൊങ്ങി പറക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ കൊച്ചൊത്തിരി സംശയം കൗതുകത്തോടെ ചോദിക്കുന്ന. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബലൂണിൻ്റെ കാണാനുള്ള ഭംഗിയൊക്കെ ഓക്കെ നല്ലതാണ്, പക്ഷേ ഇത് പൊങ്ങി പറക്കുന്നത്, ഇതിനകത്ത് എന്ത് ഗ്യാസ് നിറയ്ക്കുന്നത് ഫില്ല് ചെയ്യുന്നത് അതിനനുസരിച്ച് ഇത് പൊങ്ങി പറക്കുള്ളൂ. ബാക്കിയെല്ലാം കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ. ഇത് പൊങ്ങിപ്പറക്കണമെങ്കിൽ ഇതിനകത്ത് എന്ത് നിറയ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബലൂണിനകത്ത് എന്ത് നിറയ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്ന് പറയുന്ന പോലെ നമ്മളെ വാട്ട് ഈസ് ഇൻസൈഡ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കൂടുതൽ ആൾക്കാരും വർക്ക് ചെയ്യുന്നത് ഔട്ട് സൈഡിന് വേണ്ടിയാണ്. കൂടുതൽ ആൾക്കാരും പുറം വൃത്തിയാക്കാൻ വേണ്ടിയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ അകം ആണ്, നമ്മൾ ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയല്ലേ. നമ്മൾ അകത്ത് എന്ത് ഫില്ല് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പൊങ്ങിപ്പറക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.